ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും തിന്നോ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ, എല്ലാ നിയമങ്ങളും നിനക്ക് അനുകൂലമാ പെങ്ങള്. പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവനെ വേദനിപ്പിക്കുകയാ. എങ്ങനെ വേണമെങ്കിലും നടന്നോ പെങ്ങളെ. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശാ. കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ, തൊടല്ലേ, പിടിക്കല്ലേ, ശരീരത്ത് തൊടല്ലേ. അത് വ്യഭിചാരമാ, അത് വ്യഭിചാരമാ, പാപവാ. എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങള്. ഉസ്താദേ പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവന് അതാ കളിയാക്കുകയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പെങ്ങളോട് പറയുകയാ, മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ, അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നോ. എത്ര വഅദ് പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞ് നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ. പക്ഷേ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ? ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ ആയത്ത് നീ പഠിച്ചവളാണല്ലോ. എന്നാ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹ് ചോദിക്കുകയാ, എവിടെ പോകാനാ പെങ്ങള്? നീയൊക്കെ എവിടെ പോകാനാ ചെറുപ്പക്കാരാ? ഓം തോടിയാ എവിടെ വരെ പോകുമടാ? നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് മോനെ, നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട്. നീ ഒരു ദിവസം വീഴുമടാ. ഉപ്പമാരെ, ഉമ്മമാരെ, ഒരു ദിവസം നിങ്ങൾ വീഴും. ആകാശ ലോകത്ത് നിന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المصاق. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, കൊണ്ടുപോകാമെന്നതാ. ആരെ വേണമെങ്കിലും വിളിക്ക്, എന്ത് വഴി വേണമെങ്കിലും നീ തേടിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. പടച്ചവനെ, അതാ യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ്. പടച്ചവനെ, യുദ്ധത്തിനൊരു നാട്ടിലൂടെ കടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. പെങ്ങളെ, നിനക്കൊക്കെ പഠിക്കാനുള്ള ചരിത്രമാണ്. അതാ തുലിവെളുത്ത ഒരുത്തനെ കാണുമ്പോ അള്ളാന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള്, ആ പെൺകുട്ടികളെ വളച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പാടാ മോനെ, പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ, യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ. ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു. കൂടെ പോയവർ പറഞ്ഞു, അല്ലാഹുവേ, പാപമാ ചെയ്യല്ലേ. പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ. ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറയുകയാ, നിനക്ക് ഞാൻ സമ്മതിച്ചു തരാം, പക്ഷേ നീ
യഹൂദ മതത്തിലേക്ക് കടന്നു വരണം, എൻ്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാം. ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് യഹൂദ മതം സ്വീകരിക്കുകയാണ്. ആ പെണ്ണുമായി അവിടെ നിന്ന് ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ്. ചരിത്രം പറയുകയാ, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു. പടച്ചവനെ, ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് മതം മാറിയത്, ഈ നാട്ടിലാണ് മതം മാറിയിട്ട് പെണ്ണ് കെട്ടിയത്. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ. വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിതം ചോദിച്ചറിയുകയാണ്. അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? മതം മാറി പെണ്ണ് കെട്ടിയ ഹാഫിളായ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, എനിക്കൊരേ ഒരായത്തറിയാ, എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്താ ഓർമ്മയുള്ളതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ. അതുകൊണ്ട് പെങ്ങള്, നീയൊക്കെ എവിടെ പോയാൽ അവസാനം എൻ്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരും മോളെ. ഇത് സിറാജ് പറഞ്ഞതല്ല, അള്ളയാ പറഞ്ഞത്. നീയൊക്കെ എവിടെ പോയാൽ, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. വമന അളിലമു മിമ്മന ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹ് പറയുകയാ, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ നിസാരമായി കണ്ട, അതിനെ പരിഗണിക്കാതെ ഇരുന്നോ, അതിനെ നീ അവഗണിച്ച, അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവര്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദ. ഒരു കാലത്തും അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കയറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എവിടെ പോകാനാ, എൻ്റെ അടുത്ത് തന്നെ വരുന്നേ, അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന്
ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിച്ചു സുഖമാണോ എന്ന്. എല്ലാവരും ഇങ്ങനെ പല അഭിപ്രായം. പറ സുഖമല്ലേ, സുഖമല്ലേ? എന്നാൽ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോട് ഞാൻ ചോദിക്കുക, എങ്ങനെയുണ്ട് ജീവിതം? നിങ്ങളുടെ കച്ചവടവും ജീവിതവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ഉസ്താദെ ആകെ പ്രശ്നം ഉസ്താദെ, ബുദ്ധിമുട്ടാ ഉസ്താദെ. കച്ചവടമൊക്കെ കൊറോണയ്ക്ക് ശേഷം ഇതുവരെ നൂന്നിട്ടില്ല, പഴയതുപോലൊന്നുമല്ല. ആകെ പ്രയാസവും ബുദ്ധിമുട്ട്. എന്താ സംഭവം എന്നറിയില്ല ഉസ്താദ്, ആകെ പ്രശ്നങ്ങളാണ്. ഇക്കാകെ ഇക്കാന്നല്ലേ വിളിക്ക? ഭർത്താവിന് എന്താ വിളിക്കുക? മച്ച. ഞങ്ങളുടെ നാട്ടിൽ മച്ചാന്നതാ, ഇക്കാന്നാണ് വിളിക്കുന്നത്. കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഞാനൊരു വീട്ടിൽ പോയതാ. അപ്പം ഭാര്യ ഭർത്താവിനോട് പറയും, എടാ അതിങ്ങെടുക്കടാന്ന്. ഞാൻ ആലോചിക്കുക, ആരെയാ അല്ലാഹ് വിളിക്കണേ? ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന എടാ അതിങ്ങെടുക്കടാ. അവിടെ എത്തി ഈ കാലഘട്ടം. എടാന്ന് വിളിക്കുന്നു. പെണ്ണുങ്ങൾ പേരാ വിളിക്കണം എൻ്റെ ഭർത്താവിനെ. എവിടെ എത്തി? ഭർത്താവിൻ്റെ പേര് വിളിക്കുന്നു. അബൂബക്കറെ ഉസ്മാൻ എന്ന് വിളിക്കണമല്ലേ? നിങ്ങൾ മസലയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സിറാജ് ഉസ്താദിനോട് ചോദിക്കും, ഫാത്തിമ ബീവി അലി എന്നല്ലേ വിളിച്ചതെന്ന് മസലയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും. അത് വേറെ. വാപ്പാനൊരു സ്ഥാനമുണ്ട്, ഉമ്മാനൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. നിന്നെക്കാളും വയസ്സ് മൂത്ത ഒരാൾക്കൊരു സ്ഥാനമുണ്ട്. സ്ഥാനം മറക്കരുത്. എൻ്റെ പേര് സിറാജ്. എൻ്റെ മകൻ എന്നെ സിറാജ് വാപ്പാന്നാണോ വിളിക്കേണ്ടത്, വാപ്പാന്നാണോ വിളിക്കേണ്ടത്? നീ എങ്ങനെ ഉമ്മയെ വിളിക്കണേ? എങ്ങനെ ആമിന ഉമ്മാന്ന്? ഇവിടെ അവനവനെ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ഭർത്താവ് പണ്ടുള്ളവര് ഏയ് എന്നാ വിളിക്കുക ഭർത്താവിന്. കുട്ടികളുടെ ഉപ്പ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിക്കുക. ഇന്നതൊക്കെ മാറിയിട്ട് ചീത്ത വിളിക്കാതിരുന്നാൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് തന്നെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഗെയ്സ് ഗെയ്സ് എന്നല്ലേ വിളിക്കണം. ഇന്നത്തെ കുട്ടികളൊക്കെ ഗെയ്സ് എന്നാ വിളിക്കണത്. ഞാൻ തന്നെ ഈ വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ തട്ടുകടയിൽ കയറും. കാരണം ഈ വഴുതിന് പോകുന്ന സ്ഥലത്ത് തിന്നാൻ പറ്റത്തില്ല. കാരണം ഒന്നീ ഫോട്ടോ എടുക്കും, തിന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. അതല്ലെങ്കിൽ തിന്നുസ്താതെ തിന്നുസ്താതെ എന്ന് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ഏതെങ്കിലും തട്ടുകടയിൽ കയറിയിട്ട് നല്ല ഓംപ്ലേറ്റും പുളിസിയൊക്കെ കഴിക്കും. അപ്പം ഞാനൊരു കടയിലിരിക്കുമ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്? ബ്രോസ്റ്റർ വേണമെന്ന് ചോദിച്ചവരുണ്ടോ എൻ്റെ അടുത്ത്? ബ്രോ ഇതാ ഇന്നത്തെ തലം വെച്ച് ഇരിക്കേണ്ടതോ മക്കളെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. ഇനി എന്താണോ അടുത്തതെന്നറിയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്ന ഇത്ത പറയാ, ഇക്കാക്ക് ആകെ ബുദ്ധിമുട്ടാ ഉസ്താദെ. പ്രശ്നം എന്താണെന്ന് അറിയില്ല. വെമ്പായം ടൗണിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന കടയാ, ആകെ എല്ലാം പോയി. ഇപ്പം അങ്ങനെ തട്ടിയും മുട്ടിയും പോവാ. നീ വിചാരിച്ച ആരോ കൂടോത്രം ചെയ്താണെന്നല്ലേ? അതാരോ തകട കുഴിച്ചിട്ടതാ, അല്ലെങ്കിൽ മുട്ട കുഴിച്ചിട്ടതാ, എന്തോ ചെയ്ത ഉസ്താദെ. അതാണ് ഇത്രയും പ്രശ്നം. അല്ല ഉമ്മ, ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ കാരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആന് സന്തോഷവാനെ പോലെ ഈ വെമ്പായം ടൗണിലെ മനോഹരമായ ഒരു കട വെച്ചുകൊണ്ട് നല്ല വരുമാനത്തോടെ സന്തോഷത്തോടെ നീ കഴിഞ്ഞവനായിരുന്നല്ലോ. എന്തേ കാക്കാ നിനക്ക് പറ്റിയത്? എന്തേ നീ തകർന്നു പോയത്? എന്തേ നീ താഴെ വീണു പോയത്? അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ. നിന്നെ തകർത്ത് കളഞ്ഞില്ലേ അല്ലാഹ്? നിന്നെ തകർത്ത് കളഞ്ഞില്ലേ അല്ലാഹ്? നിന്റെ മഈസത്ത് മുഴുവനും പോയില്ലേ സഹോദരാ? നീ കാരണം അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടവനാണോ? നീ പരിഗണിച്ചില്ലല്ലോ, കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലല്ലോ, നിനക്ക് തോന്നിയതുപോലെ നടന്നല്ലോ. പടച്ചവനെ, അല്ലാഹു നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയില്ലേ? നിന്റെ സർവ്വതും അല്ലാഹു തകർത്ത് കളഞ്ഞില്ലേ? ഇന്ന് നീ തന്നെ പറയുന്നില്ലേ മരിച്ചാ മതിയെന്ന്? ആത്മഹത്യ പാപമാണെന്ന് പറഞ്ഞ നീ പടച്ചവനെ കടമായി, നഷ്ടമായി, പ്രയാസമായി ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു ഉസ്താദ്. ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുകയാണ്. ആത്മഹത്യയെക്കുറിച്ച് നീ പറയുന്നില്ലേ? മരിച്ചാ മതിയെന്ന് പറയുന്നില്ലേ? നിങ്ങള് നീ കളിച്ചത് അള്ളാന്റെ ഖുർആനിനോടാ. ആ പരിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണനയും സ്ഥാനവും നീയൊക്കെ കൊടുക്കാതെ വന്നപ്പോ അത് അള്ളാന്റെ കലാമാണെന്ന് നിങ്ങളൊക്കെ മറന്നുപോയി. അത് അള്ളാന്റെ
ഖുർആന്റെ കലാമാണെന്ന് മറന്നുപോയി. നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന വെളിച്ചമാണെന്ന് നീ മറന്നുപോയി. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ അല്ലാഹു നിന്നെ തകർത്തില്ലേ? മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകുകയാ സഹോദരാ, മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകുകയാ. അല്ലാഹു നിന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നിനക്ക് പറ്റൂല. നീ ഉരുകും സഹോദരാ. അവസാനം നീ തന്നെ പറയും മരിച്ചാ മതിയെന്ന്. ആ ഒരവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടെത്തിക്കുകയാണ്. കാരണം നീ ആ ഖുർആനിനെ കളിയാക്കിയവനാണ്, അതിനെ നിസാരമാക്കിയവനാണ്. അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ പെങ്ങളെ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷ ഇനി ആഖിറത്തിലോ അല്ലാഹു പറയുകയാ, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. വെമ്പായം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ നീ എഴുന്നേക്കുകയാണ്, നീ എഴുന്നേക്കുകയാണ്. നിന്റെ കണ്ണ് കാണുന്നില്ലോ, നിന്റെ ചെവി കേൾക്കുന്നില്ലോ, നീ അന്ധനെ പോലെ തപ്പിത്തടയുകയാണ്. നീ അല്ലാഹുവോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുമ്പോ എനിക്ക് കണ്ണ് കാണുമായിരുന്നു, എനിക്ക് ചെവി കേൾക്കുമായിരുന്നു. ഇന്ന് കാണുന്നില്ല പടച്ചവന്, ഇന്ന് കേൾക്കുന്നില്ല പടച്ചവന്. എന്തു പറ്റിയല്ലോ, എന്തു പറ്റിയല്ലോ? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹു ചോദിക്കുകയാ, നീ അഭിനയിച്ചവനല്ലേടാ സഹോദരാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് പള്ളിക്ക് കൊടുക്കണേ, പാപങ്ങൾക്ക് കൊടുക്കണേ, മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കണേ, സ്ഥാപനങ്ങൾക്ക് കൊടുക്കണേ. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണേ എന്നൊക്കെ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് എല്ലാം അവിടെ നിന്ന് എണ്ണി എണ്ണി പറഞ്ഞു തന്നപ്പോ നീ പൊട്ടം കളിച്ചവനല്ലേ, നീ കളിയാക്കിയവനല്ലേ, ഒന്നും കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ? അല്ലാഹുവേ, അല്ലാഹ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലാഹ് പടച്ചവന് ഈ ഇരിക്കുന്ന ഉസ്താദന്മാര് കോടീശ്വരന്മാരല്ല, ആ പാവങ്ങളെ ശമ്പളം പോലും എടുക്കാതെ അല്ലാഹുവേ എങ്ങനെയെങ്കിലും ഈ ഉമ്മത്തിന് പ്രയോജനമുണ്ടാകട്ടെ, ഈ മക്കള് പഠിക്കട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ ഈ മക്കളെ പടച്ചവനെ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? അല്ലാഹ് പടച്ചവനെ നാളെ ആഖിറം വെളിച്ചമാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾ ചെലവാട് എവിടെ നിന്ന് വരുന്നെന്നറിയില്ല. എല്ലാം തവക്കലേൽപ്പിച്ചിട്ട് ഈ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണോ? ഈ മക്കള് കിടക്കുന്ന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ മക്കളെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു. നിങ്ങൾ സഹായിക്കണേ എന്ന് പറയുമ്പോ എന്റെ സഹോദരാ, മനസ്സില്ലാതെ ഇത് കണ്ടിട്ട് പോലും, ഇത് കണ്ടിട്ട് പോലും, ഇത് പറഞ്ഞു തന്നിട്ട് പോലും അതിനെ നിസ്സാരമാക്കുമ്പോ, കാണാത്തവനെ പോലെ നടക്കുമ്പോ, നീ കേൾക്കാത്തതുപോലെ അഭിനയിച്ചപ്പോ അല്ലാഹു പറയുകയാ, നീ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അല്ലാഹു നിന്നെ അങ്ങനെ തന്നെയാക്കുകയാണ്. കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ നാളെ പടച്ച റബ്ബ് നിന്നെ മസ്റയിലേക്ക് കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പാവങ്ങൾ വന്ന് മുന്നിൽ നിട്ടുമ്പോ പള്ളി പണിയണം, മദ്രസ പണിയണം, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതി പ്രതിഫലം പറഞ്ഞു കൊടുക്കാൻ. അത് നടക്കട്ടെ ഉസ്താദ, പരിപാടി ഇങ്ങനെ ഇരിക്കും, അനങ്ങൂല, ബക്കറ്റ് മുമ്പിൽ വന്നാൽ കുനിഞ്ഞിരിക്കും. നമുക്കൊന്നും പെങ്ങളെ വല്ലത് ഊരിക്കൊടുക്ക്, അള്ളാന്റെ ദീനിനാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ. പിന്നെ പടച്ചവനെ ഇങ്ങനെ ഇരിക്കും.
ഒന്നും കാണാത്തവരെ പോലെ, ഒന്നും അറിയാത്തവരെ പോലെ അഭിനയിക്കും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു അങ്ങനെ തന്നെ ആക്കിക്കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം, ആ ഖുർആനിന് കൊടുക്കേണ്ട മഹത്വം, അത് നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വല്ലാത്ത പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാഹു നമുക്ക് സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആർക്കുമില്ലാത്തത് സമാധാനമാണ്. സമാധാനമെന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. സമാധാനമില്ലടോ, എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാര്, പെങ്ങളെ, നിനക്ക് ധരിക്കാനും ഉടുക്കാനും തിന്നാനും കടക്കാനൊക്കെ എല്ലാം അല്ലാഹ് തന്നിട്ടുണ്ട്. വീടുണ്ട്, കാറുണ്ട്, സ്വർണമുണ്ട്, പൈസ ഉണ്ട്, വസ്ത്രമുണ്ട്. അല്ലാഹ് നിനക്ക് മക്കളെ തന്നു, എല്ലാം അള്ളാഹു നിനക്ക് തന്നു. പക്ഷെ സമാധാനം മാത്രം അല്ലാഹ് തന്നില്ല. ഇരിക്കുന്ന ആണുങ്ങളോടാണെങ്കിലും പടച്ച റബ്ബ് എല്ലാം തന്നു, എന്തെങ്കിലും കുറവുണ്ടോ? നാട്ടുകാർ നോക്കുമ്പോൾ ഒന്നിനും കുറവില്ല, പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല. ഇവിടെ സമാധാനം തരുന്ന ചില കാര്യങ്ങളുണ്ട്. സമാധാനം കിട്ടാനുള്ള വഴിയെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാ, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് കഴിച്ച സമാധാനം കിട്ടാനുള്ള വഴി എന്താ? എന്ത് കഴിച്ചാൽ മതി? വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് സമാധാനം കിട്ടും എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? ഉണ്ടോ? കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് ഖുർആൻ പറയുന്നു. ഞാൻ എന്ന് കെട്ടിയോ അന്നത്തോടെ പോയെന്നാണ് നമ്മളിൽ പലരും പറയുക. അതവസ്ഥ. രണ്ട് സമാധാനം തരുന്ന രണ്ടാമത്തെ ഒരു ഇടം, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന, വീട്ടിലൊരു മനുഷ്യന് പോയാൽ സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും ബാംഗ്ലൂർ പോയാലും മണാലി പോയാലും ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും നീ പറയും, വീടെത്തിയാൽ മതിയായിരുന്നു, വീടെത്തിയാൽ മതിയായിരുന്നു. കാരണം വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടും. ഉണ്ടോ വീട്ടിൽ സമാധാനം? നമ്മുടെ വീടുകളിൽ നിന്ന് സമാധാനം ഉണ്ടോ? എന്ത് സമാധാനമല്ലേ? വീട്ടിൽ പോകാൻ തന്നെ വയ്യ, ശ്വാസം മുട്ട വീട്ടിൽ കയറാൻ. വീട്ടിൽ പോയിട്ടിന്ന് സമാധാനമില്ല, അങ്ങോട്ട് കയറിയാൽ വല്ലാത്ത പ്രയാസം, എങ്ങനെങ്കിലും ചാടിയാൽ മതി ഈ ഒരു അവസ്ഥ. എന്നിട്ട് നമ്മളിങ്ങനെ പറയാ, ഉസ്താദെ എന്താ ബുദ്ധിമുട്ട്, പ്രയാസം എന്തെന്നറിയില്ല ഉസ്താദെ, ആകെ പ്രശ്നം. കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കാനാ പറയുന്നത്. വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കന്നിമൂലയ്ക്കൊന്നും കുഴപ്പമില്ലടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പല കാര്യങ്ങളാണ് നോക്കണത്. എടോ, നിന്റെ വീട്ടിലെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് എന്താ? പഠിക്ക്, എന്നിട്ട് പരിഹരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.